സോ വെൽക്കം ബാക്ക് ടു എ ചാനൽ. സോ നമ്മൾ ഇനി നമുക്ക് മൊഡ്യൂൾ 1ൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് രജിസ്റ്റർ ട്രാൻസ്ഫർ. അതായത് നമുക്ക് രജിസ്റ്റർ ട്രാൻസ്ഫർ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ സിംഗിൾ ബസ്സിൽ രജിസ്റ്റേഴ്സ് ട്രാൻസ്ഫർ കണ്ടായിരുന്നു അല്ലേ. രജിസ്റ്റർ ട്രാൻസ്ഫർ നടക്കുമ്പോൾ ഇവിടെ 2-3 സ്വിച്ചസ് ആക്ട് ചെയ്യും ടു ട്രാൻസ്ഫർ ദ രജിസ്റ്റർ. അതായത് ചുമ്മാ നമ്മൾ സിംഗിൾ ബസ്സിൽ നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? സിംഗിൾ ബസ്സിൽ ഒരെണ്ണം കയറുന്നു, ഔട്ടാവുന്നു, അതൊക്കെ നോക്കുന്നത് സ്വിച്ചസ് അല്ലെങ്കിൽ ഗേറ്റ്സ് ആണ്. സോ ഇതാണ് ആ ഗേറ്റ്. ഒരു എക്സാമ്പിൾ ഞാൻ കാണും. ഇത് സിംഗിൾ ബസ് ആണെന്ന് അറിയാലോ. സിംഗിൾ ബസ്സിൽ ഒരു ഇൻറ്റേർണൽ ബസ് കൊടുത്തിട്ടുണ്ട്. ഒരു രജിസ്റ്റർ ഇവിടെ ഉണ്ട്. ആ രജിസ്റ്റർ ഔട്ടാവുന്നതും ഇന്നാവുന്നതും ഈ ഗേറ്റ് ഉപയോഗിച്ചാണ്. അതായത് സിംഗിൾ ബസ് അറിയാലോ, അറ്റ് എ ടൈം ഒന്നേ നടക്കത്തുള്ളൂ ഇല്ലേ. കാരണം ഒരു ബസ്സേ ഉള്ളൂ ട്രാൻസ്ഫർ എല്ലാം കൂടി. ഇപ്പം ബസ്സിൽ നിന്ന് ഒന്ന് എടുക്കണമെങ്കിൽ ബസ്സിൽ നിന്ന് ഒരു ഡേറ്റ ലോഡ് ചെയ്യണമെങ്കിൽ RI ആണ് നമുക്ക് ലോഡ് ചെയ്യാനുള്ളതെങ്കിൽ RI കയറണമെങ്കിൽ RI ഇന്നെന്ന് പറയുന്ന ഗേറ്റ് എന്താണ്? ഓപ്പൺ ആണ്. അതായത് RI ഇന്നെന്ന് പറഞ്ഞാൽ 1 ആവണം. RI ഇൻ എത്രയാവണം? RI ഇൻ 1 ആവണം. RI ഇൻ 1 ആയാൽ നമുക്ക് ബസ്സിൽ നിന്ന് RI ലോഡ് ചെയ്യാം. സോ ഇപ്പോൾ RI നമുക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ RI പുറത്തോട്ട് ഉണ്ടോയെന്ന് ചോദിക്കുക. അതാണെങ്കിൽ RI ഔട്ട് എന്ന് പറയുന്നത്. അതായത് ഇത് ഓപ്പൺ. RI ഔട്ട് എന്ന് പറഞ്ഞ ഗേറ്റ് എന്താണ്? ഓപ്പൺ ആണ്. ഓപ്പൺ ആവണമെങ്കിൽ RI ഔട്ട് എന്താണ്? 1 ആവണം. RI ഔട്ട് 1 ആയാൽ നമുക്ക് RI ഔട്ടിലുള്ള നമുക്ക് RI ഔട്ട് വഴി നമുക്ക് RIനെ എങ്ങോട്ട് പ്ലേസ് ചെയ്യാം? ബസ്സിലോട്ട് പ്ലേസ് ചെയ്യും. സോ ഒരു ബസ്സിൽ നിന്ന് കയറുന്നതും പുറത്തോട്ട് പോകുന്നത്, അതായത് ഇൻ ആൻഡ് ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന രജിസ്റ്റർ ട്രാൻസ്ഫേഴ്സിൽ വന്നിട്ട് ഗേറ്റ്സ് അല്ലെങ്കിൽ സ്വിച്ചസ് ആണ്. ഈ ഗേറ്റ്സ് 2 കമാൻഡ് അപ്പോൾ ഇവിടെ കൊടുക്കും. RI ഇൻ എന്ന് കൊടുക്കും, RI ഔട്ട് എന്ന് കൊടുക്കും. RI ഇൻ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഗേറ്റ് ഓപ്പൺ ആണെന്നാണ്. അതായത് നമുക്ക് ഡേറ്റ ബസ്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാം ഇൻ ടു ദ രജിസ്റ്ററിലോട്ട്, ബസ്സിൽ നിന്ന് രജിസ്റ്ററിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. RI ഔട്ട് 0 ആണെങ്കിൽ ട്രാൻസ്ഫറിങ് അവിടെ നടക്കത്തില്ല. ട്രാൻസ്ഫർ ഡേറ്റ വേറെ രജിസ്റ്റേഴ്സിൽ നിന്നായിരിക്കും ചെയ്യണം. RI ഔട്ടിൽ നിന്ന് 0 ആയിക്കഴിഞ്ഞാൽ RI ഔട്ടിൽ നിന്നൊന്നും ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. RI ഔട്ട് 1 ആണെങ്കിൽ നമുക്ക് RIനെ നമുക്ക് എന്ത് ചെയ്യാം? ബസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതാണ് ഈ രജിസ്റ്റർ ട്രാൻസ്ഫറിൽ ഗേറ്റ്സ് ട്രാൻസ്ഫറിങ് ത്രൂ ഗേറ്റ്സ് ആണ് ഇവിടെ നടക്കുന്നത്. സോ ഇത് മാത്രമല്ല, നമുക്ക് MAR MDRനൊക്കെ ഗേറ്റ്സ് ഉണ്ട്. അത് നമ്മൾ അടുത്തൊരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ഗേറ്റ്സ് വെച്ചാണ് ഈ രജിസ്റ്റർ ട്രാൻസ്ഫർ. മെയിൻലി ഏതൊക്കെ രജിസ്റ്റേഴ്സ് നമ്മുടെ സിംഗിൾ ബസ് ഓർഗനൈസേഷനിലായാലും, സിംഗിൾ ബസ് ഓർഗനൈസേഷനിൽ പടം കണ്ടില്ലേ, ആ ഓർഗനൈസേഷനിൽ ഏതൊക്കെ ബസ് അതിലുണ്ട്, അല്ലെ ഏതൊക്കെ രജിസ്റ്റേഴ്സ് അതിലുണ്ടോ അതിനൊക്കെ നമുക്ക് എന്തുണ്ട്? ഗേറ്റ്സ് ഉണ്ട്. ആ ഗേറ്റ്സ് ഓപ്പണോ ഔട്ടോ ആകുമ്പോഴാണ് ഓരോന്നും PC നിന്നായാലും എങ്ങോട്ടായാലും ലോഡ് ഔട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഓപ്പണോ ഔട്ടോ ആവുന്നതാണ്. സോ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. RI ലോഡ് ചെയ്യുന്നതും RI ലോഡ് ഔട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. RI ലോഡ് ചെയ്യുമ്പോൾ RI ഇൻ എന്താ? 1 ആവും. RI പുറത്തോട്ട് പോകുമ്പോൾ RI ഔട്ട് എന്താവും? 1 ആവും. സോ 1 ആവുമ്പോഴാണ് ഗേറ്റ് ഓപ്പൺ ആവുന്നതും നമുക്ക് എന്ത് ബസ്സിലോട്ട് ഇന്നും ഔട്ടും ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ നോക്കാം. ഈ രജിസ്റ്റർ ട്രാൻസ്ഫർ ഉപയോഗിച്ച് ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ എങ്ങനെയാണ് ഇൻ ആൻഡ് ഔട്ട് വച്ച് എങ്ങനെയാണ് അത് പെർഫോം ചെയ്യണമെന്ന് നോക്കാം. സോ അരിത്തമെറ്റിക് ഓപ്പറേഷൻ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നമ്മൾ അവിടെ എടുത്തിട്ടുണ്ട്. R3യിൽ എനിക്ക് R1ഉം R2ഉം കൂടി കൂട്ടിയിട്ട് എവിടെ എനിക്ക് സ്റ്റോർ ചെയ്യണം? R3യിൽ സ്റ്റോർ ചെയ്യണം. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന അരിത്തമെറ്റിക് ഓപ്പറേഷൻ. അതായത് R1 + R2 R3യിൽ എനിക്ക് സ്റ്റോർ ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ ഇൻസ്ട്രക്ഷൻ. ഇതാണ് എൻ്റെ ഇൻസ്ട്രക്ഷൻ എങ്കിൽ സിംഗിൾ ബസ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട മാത്രം പടം വരച്ചിട്ടുള്ളൂ. അതിൽ ഈ സൈഡ് മാത്രമേ വെച്ചുള്ളൂ, ഇപ്പുറത്തെ സൈഡ് ഞാൻ വരച്ചിട്ടില്ല. സോ ഈ സൈഡ് നിങ്ങൾ നോക്കിക്കൊള്ളണം. നമുക്ക് R1ഉം R2ഉം ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം R1ൻ്റെ ഡേറ്റ നമുക്ക് എന്ത് വേണം? R1ൻ്റെ ഡേറ്റ എടുക്കണം. അതായത് ഇതിപ്പം ഇത് R1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് R1 ആണ്. RI എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. R1 ആണെന്ന് വിചാരിക്കുക. ഇത് R1 ആണെങ്കിൽ R1ലെ ഡേറ്റ ഞാൻ എന്ത് ചെയ്യാണ്? എടുക്കുകയാണ്. ഇൻറ്റേർണൽ ബസ്സിൽ നിന്ന് എടുക്കുകയാണ്. അതായത് R1 ഔട്ട് ചെയ്യണം. R1 എന്ത് ചെയ്യണം? ഔട്ട് ചെയ്യണം. R1ൽ നിന്ന് ഇൻറ്റേർണൽ ബസ്സിലോട്ട് ഞാൻ പുറത്തോട്ട് വിടുകയാണ്. R1ൽ നിന്ന് പുറത്തോട്ട് വിട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡീഷൻ നടക്കാൻ പറ്റും. സോ ഇവിടെ നടക്കുന്ന ആദ്യത്തെ ഓപ്പറേഷൻ ഇത് R1 ആണെങ്കിൽ R1ൽ നിന്ന് ഈ ഗേറ്റ് എന്താവും? ഔട്ട് ചെയ്യും. R1 ഔട്ടായി ഇത് ഇങ്ങോട്ട് പോകും. R1 ഔട്ടാവും. R1 ഔട്ടായി എങ്ങോട്ട് പോകുമെന്ന് വെച്ചാൽ ബിയിലോട്ടാണ് പോകുന്നത്. എങ്ങോട്ട് പോകും? ബിയിലോട്ട് പോകും.
R1 ഔട്ടായി ബിയിലോട്ട് പോകും. ഓക്കെ, ബിയിൽ ചെന്ന് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ഇതേപോലെ ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ട് ഇതിൻ്റെ സ്റ്റെപ്സ് എഴുതാൻ ചോദിക്കും. സ്റ്റെപ്സ് ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദിസ് ഇൻസ്ട്രക്ഷൻ, സ്റ്റെപ്സ് ആൻഡ് ആക്ഷൻസ് ചോദിക്കും. സോ ഇതായിരിക്കും എൻ്റെ സ്റ്റെപ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് R1 ഔട്ടാണ്. R1 എന്ന രജിസ്റ്ററിലുള്ള ഡേറ്റ ഔട്ടായി ബസ് വരി അതെങ്ങോട്ട് പോകും? ബി ആവും. ബിക്കകത്ത് കയറണം. ബിക്കകത്ത് കയറണമെങ്കിൽ നമ്മുടെ കമാൻഡ് എന്താവും? ബി ഇൻ. ഓക്കെ, മനസ്സിലായി? ബി ഇന്ന് കൊടുത്തു. ഇനി ഇതിപ്പോൾ ഫസ്റ്റ് നമുക്ക് R1 ലോഡായി, ALUവിൽ ബി ഓക്കെയാണ്, ബി നമുക്ക് ക്ലിയർ. നമുക്കിനി എന്ത് എ ലോഡ് ചെയ്യണം. ലോഡ് ചെയ്യണമെങ്കിൽ ആദ്യം R2 നമ്മുടെ സെക്കൻഡ് വേരിയബിൾ. സോ സെക്കൻഡ് R2 എന്ത് ചെയ്യണം? ഔട്ട് ചെയ്യണം. R2 ഔട്ട്, ഇത് തന്നെ R2 ആണെന്ന് വിചാരിക്കും. R2 ഔട്ട് ചെയ്യണം. R2 ഇതേപോലെ ഔട്ടാവും. R2 ഔട്ടായിട്ട് നമുക്ക് എങ്ങോട്ട് കയറണം? വൈയിലോട്ടാണ് കയറേണ്ടത്. അപ്പോൾ നമ്മൾ വൈയിലോട്ട് കയറും. അതായത് അതാ ഇവിടെ ഇതല്ലേ വൈ, ഇത് വൈക്കകത്തോട്ട് കയറും. വൈ ഇന്ന് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. വൈക്കകത്തോട്ട് കയറി വൈയിൽ കയറും. വൈയിൽ കയറുമ്പോൾ വൈ എന്ത് ചെയ്യും? മക്സിലോട്ടാണ് വൈ കണക്ട് ചെയ്യണം. ഇവിടെ സെലക്ട് വൈ സെലക്ട് ചെയ്യും. വൈ സെലക്ട് ചെയ്തിട്ട് വൈ എവിടെ കൊടുക്കും? എക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്താവും? അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് അത് എയിൽ എന്താവും? അവിടെ അഡീഷൻ പെർഫോം ചെയ്യും. ഇവിടെ നമുക്ക് അഡീഷൻ ആണെന്ന് സിഗ്നൽ കൊടുക്കുമ്പോൾ അഡീഷൻ പെർഫോം ചെയ്യും. ആഡ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങോട്ട് പുറത്തോട്ടോ? ഇസഡ് എന്ന് പറഞ്ഞ രജിസ്റ്ററിലോട്ടോ. അപ്പോൾ അവിടെ ഇസഡ് ഇന്നയാണോ ഇസഡ് ഔട്ട് വേണം? ഇസഡ് ഇന്ന് ചെയ്യണം. അതാണ് ഇസഡ് ഇൻ. സോ ഇസഡ് ഇൻ എന്നുള്ള ഗേറ്റ് വരി ഇസഡ് രജിസ്റ്റർ ഓപ്പൺ ആവും. ഇസഡ് രജിസ്റ്ററിൻ്റെ അകത്ത് അത് സ്റ്റോർ ചെയ്യും. ഇനി ഇസഡ് രജിസ്റ്ററിലുള്ള ഇസഡിൽ തന്നെ ഇരുന്നാൽ മതിയോ? ഇല്ല, നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യണം? R3 എന്നുള്ള രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യണം. സോ ഇസഡ് ഇൻ എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ നിന്ന് ഔട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ പുറത്തോട്ട് ബസ്സിലോട്ട് വിടണം. അതായത് ഇസഡിൽ നിന്ന് ഇസഡ് ഔട്ട് ചെയ്യുമ്പോൾ പുറത്തോട്ട് പോയിട്ട് നമുക്ക് ഇനി ഏത് R3യിലോ R4യിലോ എങ്ങോട്ട് വേണം? നമുക്കിവിടെ R3 ആയതുകൊണ്ട് R3 തുറന്നാൽ R3 ഇന്നിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ റിസൾട്ട്. സോ ഇങ്ങനെയാണ് ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോമൻസ്. സത്യം പറഞ്ഞാൽ ഒരു റൂമിൽ നിന്ന് തുറന്ന് മറ്റൊരു റൂം തുറക്കുന്നു, ഒരു ഡോറ് തുറക്കുന്ന രീതിയാണ്. R1 നിന്ന് തുറന്നു ഒരു സാധനം എടുത്തു, ആ സാധനത്തെ നമ്മൾ പുറത്തോട്ട് വിടുന്നു, അത് പിന്നെ അടുത്ത സാധനത്ത് കയറുന്നു. ആ ഇൻസ്ട്രക്ഷൻസാണ് ഈ ഇൻസ്ട്രക്ഷൻ കറക്റ്റായിട്ട് എഴുതിയത്. സിമ്പിളാണ്, ജസ്റ്റ് നോക്കിയാൽ മതി. ജസ്റ്റ് നോക്കൂ, R1 R2 നമ്മൾ കൂട്ടും പോകുന്നു. R1 നിന്ന് എന്ത് സാധനം നമ്മൾ പുറത്തെടുത്തു, R1 എന്ന റൂമിൽ നിന്ന് ഔട്ട് ചെയ്തു, അതാണ് R1 ഔട്ട്. എന്നിട്ട് നമ്മൾ എങ്ങോട്ട് കയറ്റി? ബി ഇൻ. അരിത്തമെറ്റിക് ലോജിക്കിൽ ബി ഇന്നിലോട്ട്, അതായത് ബി അകത്തോട്ട് ഡോറ് തുറന്നു ബി ഇന്നിൻ്റെ അകത്ത് എഴുതി. ആ സ്റ്റെപ്പ് ക്ലിയർ ആയല്ലോ. സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിയാൽ R2 ഔട്ട്. നമ്മൾ രണ്ടാമത്തെ രജിസ്റ്റർ R2 ഇന്ന് വീണ്ടും പുറത്തെടുത്തു. എന്തിനാണ്? കൂട്ടാൻ വേണ്ടി. അത് നമ്മൾ വൈ രജിസ്റ്ററിലോട്ട് പോയി. വൈ രജിസ്റ്ററിലോട്ട് വൈ തുറക്കണമല്ലോ ആ ഡോറ്. സോ വൈ ഇന്നാവും. വൈ ഇന്നി രജിസ്റ്ററിലോട്ട് കയറി ആഡ് ആവും. അതായത് മക്സ് വഴി കയറി സെലക്ട് വൈ കൊടുത്തു ആഡ് ആവും. ആഡ് ആകുമ്പോൾ അവിടെ ALU ആഡ് ചെയ്യും. അതായത് എ രജിസ്റ്റർ ആകുമ്പോൾ ആഡ് ആവും. ആഡ് ആയിട്ട് ആ റിസൾട്ട് ALU എങ്ങോട്ട് കൊടുക്കും? ഇസഡ് എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ കൊടുക്കും. ഇസഡ് രജിസ്റ്റർ ഓപ്പൺ ആവണമെങ്കിൽ ഇസഡ് ഇൻ കമാൻഡ് കൊടുക്കണം. ഇസഡ് ഇൻ കൊടുക്കും. ഇസഡ് ഇൻ സിഗ്നൽ ആകുമ്പോൾ ഇസഡ് ഓപ്പൺ ആവും. ഇസഡുള്ള സ്റ്റോർ നമുക്ക് എന്ത് ചെയ്യണം? ഇസഡിൽ തന്നെ വെച്ചാൽ പോലെ നമുക്ക് R3യിൽ സ്റ്റോർ ചെയ്യണം. സോ ഇസഡ് ഔട്ട് ചെയ്താലേ ഇസഡിൽ നിന്ന് പുറത്ത് അത് എങ്ങോട്ട് പോകുള്ളൂ? ബസ് വരി R3യിൽ പോകുള്ളൂ. സോ ഇസഡ് ഔട്ട് ആവുന്നു. R3യിൽ രജിസ്റ്ററിൽ കയറാൻ വേണ്ടി R3 തുറക്കുന്നു, R3 ഇൻ എന്ന് കൊടുക്കുന്നു. സോ തുറക്കുന്നു, അടയ്ക്കുന്നു. ആ ഒരു കോൺസെപ്റ്റാണ് ഇൻ ഔട്ട് ഓപ്പറേഷൻസ് വരുന്നത്. ഓക്കെ, സോ അരിത്തമെറ്റിക് ഓപ്പറേഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യണമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ട് തമ്മിൽ ആഡ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു നമ്മൾ സിംഗിൾ ബസ്സിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നില്ല ഇങ്ങനെ ആഡ് ചെയ്യണം. അതേപോലെ തന്നെയാണ് ഇതിൽ ഗേറ്റ്സ് വരുന്നു. രജിസ്റ്റേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഗേറ്റ്സിൻ്റെ കാര്യം കൂടി സ്റ്റെപ്സിൽ എഴുതേണ്ടി വരും. ഓക്കെ, സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് റീഡ് ഓപ്പറേഷൻ. അതായത് ഞാൻ പറഞ്ഞില്ലേ MAR MDR ഒക്കെ ഇതേപോലെ രജിസ്റ്റേഴ്സാണ്. ഈ രജിസ്റ്റേഴ്സ് എന്താവും? ഇന്നയും ഔട്ട് ചെയ്യും. സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഇൻറ്റേർണൽ പ്രോസസ്സിങ്, അതായത് സിംഗിൾ ബസ്സിൽ നമ്മൾ ഇൻറ്റേർണൽ പ്രോസസ്സർ ബസ്സാണ് യൂസ് ചെയ്തത്. നമുക്ക് രണ്ട് തരം ബസ്സുണ്ട്, മൾട്ടിപ്പിൾ ബസ്സും സിംഗിൾ ബസ്സും പറഞ്ഞായിരുന്നു ഇല്ലേ? ഇൻറ്റേർണൽ പ്രോസസ്സിങ് യൂണിറ്റിൻ്റെ അകത്ത് ഇൻറ്റേർണൽ ഓർഗനൈസേഷനിൽ രണ്ട് തരത്തിലുള്ള ഓർഗനൈസേഷനാണ് ബസ് ഉള്ളത്, സിംഗിളും മൾട്ടിപ്പിളും. അത് മാത്രമല്ല നമുക്ക് ഇവിടെ ഒരു എക്സ്റ്റേർണൽ ബസ്സുണ്ട്. സോ ഒരു എക്സ്റ്റേർണൽ ബസ്സും കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്റ്റേർണൽ ബസ്, അതായത് നമ്മുടെ മെമ്മറി ബസ്സാണ് എക്സ്റ്റേർണൽ ബസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ മെമ്മറി ബസ്സിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഡേറ്റ ഔട്ട് ചെയ്യേണ്ടി വരും, ഡേറ്റ ഇൻ ചെയ്യേണ്ടി വരും. ഇൻറ്റേർണൽ ബസ് മാത്രമല്ല. സോ അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തത്. ഒരു മെമ്മറിയിൽ നിന്ന്, ഇതിപ്പോൾ നമുക്ക് എടുക്കേണ്ട മെമ്മറിയിൽ നിന്ന് ഒരു വേർഡ് എടുക്കുകയാണ്, ഒരു വേർഡ് ഫെച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. MDR എന്ന് പറഞ്ഞ രജിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റേർണൽ ബസ് ആണെങ്കിൽ MDR ഔട്ട്
ഇയും എം ഡി ആർ ഇൻ ഇയും ആയിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എം ഡി ആർ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ, എം ഡി ആറിൽ നിന്ന് എക്സ്റ്റേണൽ ബസ്സിലോട്ട് പോവുക. ആരോ മാർക്ക് കണ്ടോ? എം ഡി ആർ ഇൻ ഇ എന്ന് പറഞ്ഞാൽ എന്തുവാ, എക്സ്റ്റേണൽ ബസ്സിൽ നിന്ന് എം ഡി ആറിലോട്ട് കയറ്റുന്നത്. ആരോ മാർക്ക് കണ്ടോ? സോ ഇപ്പോൾ നമുക്കൊരു എക്സ്റ്റേണൽ ബസ്സിൽ നിന്ന് ഇൻറ്റേർണൽ ബസ്സിലോട്ട് നമുക്ക് മാറ്റണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ പെർഫോം ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും, എം ഡി ആർ ഇന്ന് വരി എം ഡി ആർ ഇൻ ഇ കൊടുക്കും. ഇൻ ഇ വേണം കൊടുക്കാൻ, തെറ്റിപ്പോയത്. ഇൻ ഇ വരി എം ഡി ആർ രജിസ്റ്ററിൽ പോവും. അവിടെ നിന്ന് നമ്മൾ എങ്ങോട്ട് പോവും, എം ഡി ആർ ഔട്ട് ചെയ്യും. സാധാ എം ഡി ആർ ഔട്ട്, ഇൻറ്റേർണൽ ബസ്സിലാണ് എം ഡി ആർ ഔട്ട് എന്ന് മാത്രമേ ഉള്ളൂ, ഇ ഒന്നുമില്ല, ഇ ഐ എന്നൊന്നുമില്ല. സോ എം ഡി ആർ ഔട്ട് ഗേറ്റ് വരി എം ഡി ആർ ഇൻറ്റേർണൽ ബസ്സിലോട്ട് പോകും. സോ ഇങ്ങനെയായിരിക്കും പോകുന്നത് കണ്ടോ. അതേപോലെ ഇപ്പം ഇൻറ്റേർണൽ ബസ്സിൽ നിന്ന് എക്സ്റ്റേണൽ ബസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്താവും, എം ഡി ആർ ഇന്ന് കൊടുക്കും. എം ഡി ആർ ഇന്ന് വരി എം ഡി ആർ ഔട്ട് ഇ കൊടുക്കും. ഔട്ട് ഇ കൊടുത്ത് എക്സ്റ്റേണൽ ബസ് വരെ പോകും. സോ ഇങ്ങനെയായിരിക്കും ഒരു എന്താ ഈ മെമ്മറി ഡേറ്റ രജിസ്റ്ററിൻ്റെ എക്സ്റ്റേണൽ ബസ്സും ഇൻറ്റേർണൽ ബസ്സും തമ്മിലുള്ള ട്രാൻസ്ഫറിങ്. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ വരെ എങ്ങനെയാണ് ഒരു റീഡ് ഓപ്പറേഷൻ ഓഫ് ദിസ്, ഇതെങ്ങനെ റീഡ് ഔട്ട് ചെയ്യും, മെമ്മറിയിൽ നിന്ന് എങ്ങനെ ഇത് റീഡ് ഔട്ട് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, മൂവ് R1 ബ്രാക്കറ്റിനകത്ത് R2. ഇങ്ങനൊരു ഇൻസ്ട്രക്ഷൻ തന്നാൽ നമുക്കറിയാം ഇത് എന്ത് ഇൻസ്ട്രക്ഷനാണ്, ഇൻഡയറക്റ്റ് ആണ് അല്ലേ. കാരണം ഇൻഡയറക്റ്റ് ആകാൻ കാരണം എന്താ, ബ്രാക്കറ്റ് പാരാന്തസിസിൻ്റെ അകത്താണ് കൊടുത്തിരിക്കുന്നത്. പാരാന്തസിസിൻ്റെ അകത്തെന്ന് വെച്ചാൽ നമുക്ക് ഈ R1 അകത്ത് കയറി ആ അഡ്രസ് ലൊക്കേഷൻ എടുക്കണം, കറക്റ്റായിട്ട് തന്നിട്ടില്ല. സോ R1 അകത്ത് ആദ്യം കയറണം, അതിന് R1 എന്ത് ചെയ്യണം, പുറത്ത് പോകണം. അതാണ് ഇവിടെ ഫസ്റ്റ് കൊടുക്കണം, R1 ഔട്ട്. R1 നിന്ന് നമുക്ക് ഡേറ്റ അല്ല അഡ്രസ്സ് പുറത്തെടുക്കും. അഡ്രസ്സ് പുറത്തെടുത്താൽ നമ്മൾ എന്തെടുക്കണം, MAR വേണം എടുക്കാൻ അല്ലേ. അഡ്രസ്സ് നമുക്ക് റീഡ് ഔട്ട് ചെയ്യണ്ടേ, അഡ്രസ്സ് റീഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി MAR ഇൻ ചെയ്യണം. ഈ പുറത്ത് പോയ സാധനത്തെ MARൻ്റെ അകത്തോട്ട് കയറ്റും. MARൻ്റെ അകത്തോട്ട് കയറ്റിക്കഴിഞ്ഞാൽ MAR എന്താ പെർഫോം ചെയ്യുക, റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അപ്പോൾ അവിടെ റീഡായി. R1 റീഡ് ഔട്ട് ചെയ്തേ, ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യണം. R1 നമുക്ക് റീഡ് ചെയ്തു, ഇനി നമുക്ക് R2 റീഡ് ചെയ്താൽ മതി. R2 റീഡ് ചെയ്യണമെങ്കിൽ MARൽ നിന്ന് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, സിംഗിൾ ബസ് പഠിപ്പിച്ച് പറഞ്ഞു, MAR എന്നൊരു സാധനം കയറി കഴിഞ്ഞാൽ നെക്സ്റ്റ് അത് എങ്ങോട്ട് പോകും, MDR ഇൻ ഇ, MDR ഇൻ ഇയിലോട്ട് പോകും. കാരണം എന്താണ്, MDR ഇൻ ഇ വരാൻ കാരണം എക്സ്റ്റേണലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, മെമ്മറി ഡേറ്റ രജിസ്റ്ററാണ്. അത് എക്സ്റ്റേണൽ ബസ്സിൽ നിന്ന് തുറന്നു കൊടുത്താലേ നമുക്ക് ഇത് MDRലോട്ട് പോകുള്ളൂ. അതാണ് ഈ കൊടുത്തിരിക്കുന്നത് MDR ഇൻ ഇ. ഓക്കെ, MDR ഇൻ ഇ കൊടുക്കുമ്പോൾ MDR ബാക്കി പെർഫോം, MDR ഇൻ കീ കഴിഞ്ഞാൽ MDR ഔട്ടാണ് നമുക്കറിയാം. MDR ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു സിഗ്നൽ വരും, കൺട്രോൾ സിഗ്നൽ കിട്ടണം. വെയിറ്റിംഗ് ഫോർ ദ മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റഡ്. മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിട്ട് മെമ്മറി വെയിറ്റിംഗ് സിഗ്നൽ നമ്മൾ വെയിറ്റ് ചെയ്യും, അതാണ് WMFC. ഇത് വെയിറ്റിംഗ് സിഗ്നൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, MDR ഔട്ട് ചെയ്യും. MDR ഔട്ട് ചെയ്താൽ ഇൻറ്റേർണൽ ബസ്സിൽ കയറും. ഇൻറ്റേർണൽ ബസ്സിൽ കയറിയ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, R2നെ ഇൻ ചെയ്യാം. എങ്ങോട്ട്, ഇൻറ്റേർണൽ ബസ്സിലോട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു റീഡ് ഓപ്പറേഷൻ വരുന്നത്. സിമ്പിളാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം ഈ റീഡ് ഓപ്പറേഷൻ. അതായത് നമ്മൾ സിംഗിൾ ബസ് ഓർഗനൈസേഷനിൽ പറഞ്ഞു PC ലോഡായി കഴിഞ്ഞാൽ MAR, അതേപോലെ സിമ്പിൾ തന്നെയാണ്. ഇവിടെ ഞാൻ എക്സ്റ്റേണൽ ബസ് ഇൻറ്റേർണൽ ബസ് എന്ന് പറഞ്ഞത് ഇതാണ്. ഇത് എക്സ്റ്റേണൽ ബസ്സായിരിക്കും, ഇത് ഇൻറ്റേർണൽ ബസ്സായിരിക്കും. സോ നമുക്ക് ഒരു R1 ഔട്ട് ചെയ്യണം. അതായത് R1 എന്നുള്ള രജിസ്റ്റർ ഇവിടെ നിന്ന് ഔട്ട് ചെയ്താലേ MARലോട്ട് കയറും. സോ അപ്പോൾ അവിടെ എന്തായി, MAR ഇൻ. കണ്ട, MARലോട്ട് കയറുന്നത് MAR ഇൻ. MAR ഇൻ അതിന് റീഡാവും. റീഡാകുമ്പം നമ്മൾ എവിടെ എത്തി, എക്സ്റ്റേണൽ ബസ് എത്തിക്കാൻ. അടുത്ത് MDR ഇൻ ഇ ആണ്. കണ്ട, MDR ഇൻ ഇ, അതായത് മെമ്മറി ബേസിൽ നിന്ന് നമുക്ക് MDR ഇൻ ഇ ആണ്. MDR ഇൻ ഇ കഴിഞ്ഞാൽ നമുക്ക് അവിടെ റീഡ് ഓപ്പറേഷൻ അല്ല, WMFC, മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയെന്ന്, ഡേറ്റ കംപ്ലീറ്റ് ആയെന്ന് നമ്മൾ ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ എന്ത് ചെയ്യാം, MDR ഔട്ട് ചെയ്യും. MDRന്ന് പെർഫോം ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റീഡ് ഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, MDR ഔട്ട് ചെയ്യാം. MDR ഔട്ട് ആണ്. ഈ സിംഗിൾ ബസ്സിൽ ഈ ആരോസ് കാണിക്കണല്ലേ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഗേറ്റ്സ് ആണ്. ഓപ്പണിങ്ങും ക്ലോസിങ് ഒക്കെയാണ് ഈ കാണിക്കുന്നത്. സോ MDR ഔട്ട് ചെയ്യുന്നു. MDR ഔട്ട് ചെയ്താൽ നമുക്ക് ഉടനെ നമുക്ക് എവിടെ കൊണ്ടുവയ്ക്കാം, R2 ഇൻ ചെയ്യാം. സോ ഇത് ജസ്റ്റേ ഉള്ളൂ, മൂവ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, റീഡ് ഓപ്പറേഷൻ. സോ ഈ ഓപ്പറേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഒരു കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഇപ്പം നമ്മൾ റീഡ് ഓപ്പറേഷൻ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റീഡ് മാത്രമല്ല, എങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ റൈറ്റ് ചെയ്യാം, റൈറ്റ് ഓപ്പറേഷൻ എങ്ങനെയാണ് നടക്കണമെന്ന് നോക്കാം, യൂസിങ് ദീസ് ഗേറ്റ്സ് ആൻഡ് സ്വിച്ചസ്. സോ ഇപ്പോൾ ഒരു വേർഡ് നമുക്ക് മെമ്മറിയിൽ നിന്ന് റൈറ്റ് ചെയ്യണമെന്ന് ചോദിക്കുക. മെമ്മറിയിൽ നിന്ന് റൈറ്റ് എ വേർഡ് ഫ്രം മെമ്മറി ആണെങ്കിൽ ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് R1ഉം R2ഉം ഇപ്പം നമ്മൾ
എക്സാമ്പിൾ നമ്മൾ നേരത്തെ നോക്കിയത് തന്നെ, നേരത്തെ നമ്മൾ റീഡ് ചെയ്തു, നമ്മളിത് എന്ത് ചെയ്യുക, റൈറ്റ് ചെയ്യാൻ പോകണം. റൈറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യുക, R1 ഔട്ട് ചെയ്യുക. R1 ഔട്ട് ചെയ്ത് നമുക്കറിയാം MAR എന്താണ്, ഇൻ ചെയ്യണം. MARൻ്റെ ഔട്ട് ചെയ്ത സാധനം MARൻ്റെ അകത്തോട്ട് കയറണം. MAR ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അടുത്ത് എന്ത് ചെയ്യും, R2 ഔട്ട് ചെയ്യാം. R2 ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് MDR ഇൻ ചെയ്യണം. കാരണം MDRലാണ് റൈറ്റ് ഓപ്പറേഷൻ. MARൽ എന്താ നടക്കുന്നത്, റീഡ് മാത്രമാണ്. MDRൽ നമുക്ക് റീഡാണ് നടക്കുന്നത്. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം റൈറ്റ് ചെയ്യാൻ. സോ നമ്മൾ R1 റീഡ് ചെയ്തു. ഇനി R2 നമ്മൾ റൈറ്റ് ചെയ്യാൻ വേണ്ടി, R2 റൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ MDR എന്ത് ചെയ്യണം, തുറക്കണം. MDR തുറക്കുമ്പോഴാണ് അവിടെ എന്താണ് റൈറ്റ് ഓപ്പറേഷൻ നടക്കുന്നത്. റൈറ്റ് ഓപ്പറേഷൻ നടക്കുമ്പോൾ ഇത് എക്സ്റ്റേണൽ ബസ്സിൽ നിന്ന് എന്ത് ചെയ്യണം, ഔട്ട് ചെയ്യണം. എന്തിനാ, ഇൻറ്റേർണൽ ബസ്സിലോട്ട് കയറണം. അപ്പോൾ MDR ഔട്ട് T വരും. WMF അതായത് വെയിറ്റിംഗ് സിഗ്നൽ ഫോർ ബാക്കി റൈറ്റ് ചെയ്യാനാണ്. സോ ഇവിടെ MDRലാണ് റൈറ്റ് ഓപ്പറേഷൻ നടക്കുന്നത്. അതാണ് ഇവിടെ MDR ഇന്നു വരുന്നത്. നമ്മൾ നേരത്തെ ചെയ്തത് തമ്മിലുള്ള വ്യത്യാസം അത് മാത്രമാണ്. ഇവിടെ MDR ഇന്നും വരും, കാരണം റൈറ്റ് ഓപ്പറേഷൻ നടക്കും. നമ്മൾ നേരത്തെ MAR ഇന്നും MAR ഔട്ടാണ് ചെയ്തത്, കാരണം അവിടെ റീഡ് ഓപ്പറേഷൻ മാത്രമേ പെർഫോം ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്കൊരു ഒരു ഇൻസ്ട്രക്ഷൻ, കംപ്ലീറ്റ് എക്സിക്യൂഷൻ ഓഫ് എൻ ഇൻസ്ട്രക്ഷൻ നോക്കാം. കംപ്ലീറ്റ് എക്സിക്യൂഷൻ ആണ് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ്റെ കംപ്ലീറ്റ് എക്സിക്യൂഷൻ എങ്ങനെയാണ്, തുടക്കം തൊട്ട്. നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഫെച്ചിങ് പഠിച്ചു, എക്സിക്യൂഷൻ പഠിച്ചു. ഇനി രണ്ട് റൈറ്റ് ചെയ്യുന്നത്, റീഡ് ചെയ്യണം, അങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആണ് ഇത്ര നേരം നോക്കി. ഇനി ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ആഡ് R3, R1 ഇങ്ങനൊരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ഫുൾ സ്റ്റെപ്പ് എങ്ങനെയാണ്, ഫുൾ സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. സോ ഫുൾ സ്റ്റെപ്പ് നോക്കുമ്പോൾ ഇവിടെ R3 ഈ ഒരു ഇൻസ്ട്രക്ഷൻ കാണുമ്പോൾ നമുക്കറിയാം ഇത് എന്ത് അഡ്രസ്സിങ് മോഡാണ്. ഇറ്റ്സ് ആൻ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്, കാരണം R3 പാരാന്തസിസിൻ്റെ അകത്താണ്. സോ ഇത് R3 ഉള്ളിൽ പോയിട്ട് വേണം നമുക്ക് അതിൻ്റെ ഓപ്പറാൻഡ് എടുക്കാൻ. R3-നകത്ത് ലൊക്കേഷൻ കണ്ടെത്തി ആ ലൊക്കേഷൻ്റെ അകത്ത് പോയാണ് നമുക്ക് എന്താ ഓപ്പറാൻഡ് എടുക്കാം. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണമെന്ന് നമ്മൾ സിംഗിൾ ബസ് ഓർഗനൈസേഷൻ കാണിച്ചു തരാം, അത് വെച്ചിട്ട് പറഞ്ഞുതരാം. സോ ഇതും കൂടി വെച്ച് പറഞ്ഞു. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ക്വസ്റ്റ്യൻ ഞാൻ സൈഡിൽ എഴുതി കാണിച്ചു തരാം. ആഡ് R3 ഏതുമാണ്, R1 കൂടി ആഡ് ചെയ്യാം. സോ R3 + R1 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്താണ് ചെയ്യണതെന്ന് വെച്ചാൽ PC എന്താവും, ലോഡാവും ഇല്ലേ, PC ലോഡാണ് അത്. അതായത് PCക്കകത്തായിരിക്കും ഈ R3 ഉണ്ടാവുക. PCയിൽ നിന്ന് അത് പുറത്തോട്ട് വേണം. സോ ഇവിടെ PCക്ക് ഇന്നും ഔട്ടും കാണാം. PC അപ്പോൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്, PCക്കകത്ത് ലോഡായ സാധനം ഔട്ട് ചെയ്യുക, ബസ്സിലോട്ട് ഔട്ട് ചെയ്യുക. അതാണ് PC ഔട്ട്. ഓക്കെ, PC ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം PCന്ന് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് എവിടെ MARൽ പോകും. സോ PCന്ന് പോയി കഴിഞ്ഞാൽ അത് എവിടെ പോയി, MARൻ്റെ അകത്ത് കയറണമെങ്കിൽ എന്താണോ, ഇൻ ഓപ്പറേഷൻ. സോ MAR ഇൻ. MAR എന്താ ചെയ്യണം, റീഡ് ഓപ്പറേഷൻ. R1-നെ അല്ലെ R3-നെ നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടി പോകണം. റീഡ് ചെയ്യും, അഡ്രസ് ലൈൻസ് വരും, റീഡ് ചെയ്യുമ്പോൾ ഇവിടെ റീഡ് ചെയ്യുന്ന സെയിം ടൈം നമ്മൾ പറഞ്ഞു PCയുടെ പണി കഴിഞ്ഞാൽ PC എന്ത് ചെയ്യും, ലോഡഡ് വിത്ത് +4 കോൺസ്റ്റൻറ്റ് 4 നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന് വേണ്ടി അത് ഇൻക്രിമെൻ്റ് ആവും. അതാണ് PC ഇവിടെ കൊടുത്തിരിക്കുന്നത് സെലക്ട് ഫോർ ആഡ് എന്ന് പറയുന്നത്. PC ആഡ് ചെയ്യാനാണ് പറയുന്നത് +4 വെച്ച്. ഇപ്പം നമ്മൾ MAR വെച്ച് ചെയ്ത് കഴിഞ്ഞ് +4 ചെയ്ത് കഴിഞ്ഞാൽ ഈ PC-നെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇസഡിൻ, അതായത് ഇസഡ് രജിസ്റ്ററിലോട്ട് പുറത്ത് വിടും. ആരെ, നമ്മളിപ്പം റീഡ് ചെയ്ത് വെച്ചിരുന്ന സ്ഥാനത്ത് ഇസഡ് ഇന്നിലോട്ടോ. ഇസഡ് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് വരണമല്ലോ, ഇസഡ് തന്നെ ഇരുന്നാൽ പോലെയല്ലോ. ഇസഡ് ഔട്ട് ചെയ്ത് സെക്കൻഡ് സ്റ്റെപ്പ് നോക്കി, ഇസഡ് ഔട്ട് ചെയ്ത് വീണ്ടും PC ഇന്നാക്കും. കാരണം എന്താണ്, നെക്സ്റ്റ് ഓപ്പറേഷന് വേണ്ടിയാണ്. അത് R3 R1 ചെയ്യണ്ടേ, R3 മാത്രം പുറത്തെടുത്താൽ മതിയോ, R1 നമുക്ക് എന്ത് ചെയ്യണം, ഔട്ട് ചെയ്യണം. സോ R1 ഔട്ട് ചെയ്യാൻ വേണ്ടി PC ഇന്നാവും, PCക്ക് അകത്ത് കയറ്റും. PCയെ പിന്നെ നമ്മൾ വൈയിലോട്ട് കിട്ടും. ഈ വൈയിലോട്ട് ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ നമ്മളിവിടെ കിട്ടും Y ഇന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് സിഗ്നൽ കിട്ടണ വരെ വെയിറ്റ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകണം MDR ഔട്ട്, അതായത് നമ്മുടെ എക്സ്റ്റേണൽ അല്ല ഇൻറ്റേർണൽ ബസ്സിൽ തന്നെ MDR എന്ത് ചെയ്യും, പുറത്തോട്ട് വിടും. MDR പുറത്തോട്ട് വിട്ടാൽ അത് എവിടെയാണ് പോകണമെന്ന് അറിയാം, IRൻ്റെ അകത്ത് കയറണമെങ്കിൽ IR ഇന്ന് കൊടുക്കുമ്പോൾ IRൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അയാളുടെ അകത്ത് തന്നെ IR ഡീകോഡിങ് പരിപാടിയൊക്കെ ചെയ്യും. അയാളുടെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്താണ് R3 ഉള്ളത്. R3 പുറത്തു കൊണ്ടാണ്. സോ R3 ഔട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് റീഡ് ഔട്ട് ചെയ്യേണ്ട R3 റീഡ് ഔട്ട് ചെയ്യാൻ MAR വീണ്ടും ഇന്നാവുന്നു, റീഡ് സിഗ്നൽ കൊടുക്കുന്നു. നെക്സ്റ്റ് R3 ഔട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യണം, R1 ഔട്ട് ചെയ്യണം. R1 നമുക്ക് ഡയറക്റ്റായിട്ട് ഔട്ട് ചെയ്യാം, കാരണം R1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലല്ലല്ലോ കിടക്കുന്നത്, അപ്പോൾ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് രജിസ്റ്ററിൽ. സോ R1 ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് MDR MAR തന്നെ വീണ്ടും
R1 ഔട്ട് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ടല്ലേ. സോ R1 ഔട്ട് ചെയ്യുന്ന സമയത്ത് Y ഇൻ ആവും. കാരണം നമുക്ക് ഡയറക്റ്റ് എയും ബിക്കും കൊടുക്കാം. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരത്തെ Y കൊടുത്തു, നമുക്ക് എ ആയിരിക്കും അപ്പോൾ R3, R1 വന്നിട്ട് ബി ആയിരിക്കും. ബിയിൽ അപ്പോൾ R3, ഇവിടെ ഒരു R3 ഉണ്ടെന്ന് വിചാരിക്കുക, R1 ഉണ്ടെന്ന് വിചാരിക്കുക. R1 ഡയറക്റ്റ് ബി കയറുന്നു, അഡീഷൻ നടക്കുന്നു, അതിലും ആഡ് കൊടുക്കുമ്പോൾ R3യും R1ഉം കൂട്ടുന്നു, Z രജിസ്റ്ററിലോട്ട് ഇൻ ചെയ്യുന്നു. പിന്നെ Z ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യാം? R3 ഔട്ടല്ല, Z ഔട്ട് ചെയ്യുമ്പോൾ R1ൽ വേണം നമുക്ക് സ്റ്റോർ ചെയ്യാമല്ലേ. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം R1ൽ വേണം സ്റ്റോർ ചെയ്യാൻ. സോ R1 എന്ത് ചെയ്യും? ഔട്ട് ചെയ്യുന്നു, R1ലോട്ട് അത് കയറും. ഔട്ട് ചെയ്താലേ കയറ്റാൻ പറ്റും. സോ R1 R1 ഇന്ന് ചെയ്യുന്നു, R1ൻ്റെ അകത്തോട്ട് കയറ്റുകയാണ്, പുറത്തോട്ട് ഇറക്കുകയല്ല. സോ കയറ്റുകയാണ്. അങ്ങനെ നമ്മുടെ എൻഡ് ഓപ്പറേഷൻ ആവും. കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷേ ഇന്നും ഔട്ടും മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. എവിടെയൊക്കെ കയറ്റുന്നത്, എങ്ങനെയാണ് ഇത് ഫ്ലോ ഒന്ന് മനസ്സിലായത്? ആദ്യം പി സിയിൽ നമ്മുടെ R3യുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പി സി എന്ത് ചെയ്യുന്നു? ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നു. ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ് ആണ് ഫസ്റ്റ്. ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുമ്പോൾ പി സി ഇന്നാവുന്നു. പി സി ഇന്നാവുന്ന സമയത്ത് തന്നെ MAR എന്താവും? MAR ഇന്നാവും. MAR ഇന്നാവുമ്പോൾ അവിടെ റീഡ് ഓപ്പറേഷൻ നടക്കും. റീഡ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് തന്നെ പി സി +4 ഇൻക്രിമെൻ്റ് ആവും. അതാണ് ഈ ബാക്കി കൊടുത്തിട്ട്. +4 ഇൻക്രിമെൻ്റ് ആവുന്ന സമയത്ത് ഇപ്പോൾ ഫെച്ച് ചെയ്ത സാധനം കൊണ്ട് വച്ചിരിക്കുന്നത് ഇസഡിലായിരിക്കും. ആ ഇസഡ് ഇന്നാക്കും, ഇസഡ് ഇന്ന് പുറത്താക്കും. ഇസഡ് ഔട്ട് ചെയ്ത് വീണ്ടും നമ്മൾ കൊടുക്കുന്ന പി സി വീണ്ടും അടുത്ത ഇൻസ്ട്രക്ഷന് വേണ്ടി പി സി ഇന്നാകുന്നു, വൈയിലോട്ട് ചേരുന്നു, WMFCക്ക് അടുത്ത സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇത് പി സിയുടെ ഫെച്ചിങ് സ്റ്റേജ്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് മെയിനായിട്ട് ഉള്ള സംഭവമാണ്. അതായത് നമുക്കിനി ഡേറ്റയാണ് പുറത്ത് വേണ്ട. സോ MDR ഔട്ട് കൊടുക്കുന്നു. ഇൻറ്റേർണൽ ബസ്സിൽ നിന്ന് MDR പുറത്തോട്ട് വന്നാൽ നമുക്ക് എടുക്കാം. സോ MDR ഔട്ട് കൊടുത്തിട്ട് അതിനെ IRലോട്ട് ഇൻ ചെയ്യുന്നു. ഇവിടെ നിന്ന് IRലോട്ട് പോകുന്നു. IRലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ R3 എടുക്കണം. ജസ്റ്റ് R3ന്ന് ഡയറക്റ്റ് R3 വൈയിലോട്ടും ഇവിടെ നിന്ന് R1 ഡയറക്റ്റ് ബിയിലോട്ട്. വൈയിലോട്ട് പോയാൽ സെലക്ട് വൈ കൊടുത്ത് എയിൽ കയറാം. അതേപോലെ R1 ആണെങ്കിൽ ഡയറക്റ്റ് ബിയിൽ കൊടുക്കാം. ബിയിൽ കൊടുത്തതിന് അഡീഷൻ നടക്കുന്നു. അഡീഷൻ Z രജിസ്റ്ററിലോട്ട് കയറ്റുന്നു. Z ഇന്നാവുന്നു. Zൽ നിന്ന് പുറത്ത് നമുക്ക് R1ൽ തന്നെ സ്റ്റോർ ചെയ്യണം. സോ R1 ഔട്ട് കൊടുക്കുന്നു, R1 ഇന്നാവുന്നു. ഇതാണ് ഒരു ആഡ് R3, R1 എന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് എക്സിക്യൂഷൻ ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ. ഇങ്ങനെയാണ് നടക്കുന്നത്. സിംഗിൾ ബസ് വരി ഇങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതോടെ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ആവുകയാണ്. സോ നമ്മൾ നെക്സ്റ്റ് മോഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത വീഡിയോയ്ക്കായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ. അതുവരെയ്ക്കും ഓക്കെ, ദെൻ ബൈ.